ദൈവത്തിന്റെ വചനം ഓരോ മക്കളിലേക്കും ഈ സമയം നിറയുന്ന സമയമാണ്. അസ്ഥികളുടെ താഴ്വരയ്ക്ക് അടിച്ചു കൊടുത്തു. ഈ അസ്ഥികൾക്ക് ജീവൻ ലഭിക്കുമോ? ഈ അസ്ഥികളിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു വന്നപ്പോൾ അസ്ഥികൾക്ക് ജീവൻ ലഭിച്ചതുപോലെ നിന്റെ ജീവിതത്തിലേക്ക് കർത്താവിന് ശക്തി കടന്നു വരുന്ന സമയമാ. വചനത്തിലൂടെ ശക്തി കടന്നു വരുന്നു. രണ്ട് കരകൾ തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അത്തരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം, ആത്മാവിൽ സത്യബന്ധങ്ങളെ തുളച്ചു കയറുന്ന വചനം, അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്ന വചനം, രോഗികൾക്ക് സൗഖ്യം തരുന്ന വചനം, വചനത്തിന്റെ ശക്തി ഈ ആലയത്തിൽ വ്യാപരിക്കട്ടെ. ഇരുകരം ഉയർത്തി വിളിക്കുക മക്കളെ. യേശുവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ആത്മാവും ജീവനുമായ വചനമേ, വചനമാകുന്ന യേശുവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം തിരുവചനം. അങ്ങയുടെ വചനം ഞാൻ കണ്ടെത്തിയപ്പോൾ അവ ഞാൻ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദദായകമായി. എന്റെ ഹൃദയത്തിന് സന്തോഷവും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനം പറയുന്നു, ആത്മാവ് ജീവനാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 17-ാം തിരുവചനം പറയുന്നു, വചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാം തിരുവചനം പറയുന്നു, നിങ്ങളുടെ ദേശത്തേക്ക് ഞാൻ ക്ഷാമം അയക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടിയുള്ള ക്ഷാമമല്ല, ദാഹജലത്തിന് വേണ്ടിയുള്ള ക്ഷാമമല്ല, കർത്താവിന്റെ വചനത്തിന് വേണ്ടിയുള്ള ക്ഷാമമായിരിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിരുസഭയുടെ ചരിത്രത്തിൽ വിശുദ്ധാത്മാക്കൾ ഉണ്ടായത് സുവിശേഷം മുഴുവൻ വായിച്ചുകൊണ്ടല്ല, ബൈബിൾ മുഴുവൻ വായിച്ചുകൊണ്ടല്ല, ഏതെങ്കിലും വചനങ്ങൾ അവിടെ ജീവിതത്തെ കീറി മുറിച്ചതുകൊണ്ടാ. തിരുസഭയിൽ സന്യാസത്തിന് തുടക്കം കുറിച്ച ഒരു വിശുദ്ധനുണ്ട്, ഈജിപ്തിലെ വിശുദ്ധ അന്തോണീസ്. AD 250 ഈ വിശുദ്ധൻ ജീവിച്ചിരുന്നത്. ഒരു ദിവസം ദേവാലയത്തിൽ അദ്ദേഹം കടന്നു ചെന്നു. ഇന്നത്തെ കാലത്തെ പോലെ എല്ലാവർക്കും വിശുദ്ധ ഗ്രന്ഥമോ ബൈബിളോ ഉണ്ടായിരുന്നില്ല. പള്ളിയിൽ മാത്രമേ ബൈബിളുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ദേവാലയത്തിൽ വൈദികൻ സുവിശേഷം വായിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാം തിരുവചനം, നീ പരിപൂർണനാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നെ അനുഗമിക്കുക. പ്രിയപ്പെട്ടവരെ, കോടീശപുത്രനായിരുന്നു, പ്രഭുവിന്റെ മകനായിരുന്നു. എന്നാൽ ഈ വചനം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അദ്ദേഹം തീരുമാനിച്ചു, എനിക്കുള്ളത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. അദ്ദേഹം വീട്ടിലേക്ക് വന്നു. ഒരു സഹോദരി മാത്രമേ ഉള്ളൂ. മാതാപിതാക്കളൊക്കെ മരിച്ചുപോയി. തീരുമാനമെടുത്തു അത് മുഴുവൻ വിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിനുശേഷം ദരിദ്രർക്ക് കൊടുത്ത് ഈജിപ്തിലെ വിശുദ്ധ അന്തോണി മരുഭൂമിയിലേക്ക് പോയി താപസനായി ജീവിച്ചു. 2000 വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടും ഇന്നും ഈ ബലിപീഠത്തിൽ ഓർക്കുന്നുണ്ടെങ്കിൽ ഒരു വചനം അദ്ദേഹത്തിന്റെ ജീവിതത്തെ കീറി മുറിച്ചതുകൊണ്ടാണ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. തിരുസഭയിൽ മറ്റൊരു വിശുദ്ധനാണ് വിശുദ്ധ അഗസ്തീനോസ്. അഗസ്തീനോസിന്റെ ജീവിതം 4 കായുടെ ജീവിതമായിരുന്നു. കുടി, കളി, കളവ്, കന്യാഭംഗം.
ഈ ലോകത്തിന്റെ മ്ലേച്ഛതകൾ മുഴുവൻ ആവോളം ജീവിതത്തിൽ ആസ്വദിച്ച വിശുദ്ധനാണ് വിശുദ്ധ അഗസ്തീനോസ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രേരണ, ആരോ അദ്ദേഹത്തോട് സംസാരിക്കുന്നു, എടുത്തു വായിക്കുക. തത്വചിന്തകനായിരുന്നു വിശുദ്ധ അഗസ്തീനോസ്. പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടിലിന്റെയും എല്ലാ പുസ്തകങ്ങൾ ബൈഹാർട്ട് അദ്ദേഹത്തിന് അറിയാം, തത്വചിന്തകൾ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ അഗസ്തീനോസ് തന്റെ ലൈബ്രറിയിലേക്ക് നോക്കിയ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുള്ളതാണല്ലോ, പക്ഷേ ഈ പുസ്തകങ്ങളുടെ ഇടയിൽ ഇതുവരെയും തൊട്ടു നോക്കാത്ത, തുറക്കാത്ത ഒരു പുസ്തകം ഇരിക്കുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥം ബൈബിള്. ആ ബൈബിൾ എടുത്തു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് വചനം ലഭിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഇതാ രാത്രി അവസാനിക്കാറായി, പകൽ ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പകൽ യോജിച്ച വിധം ജീവിക്കുവാൻ പകലിന്റെ വസ്ത്രം ധരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനം വിശുദ്ധ അഗസ്തീനോസിനെ കീറി മുറിച്ചോ. വിവാഹം കഴിക്കാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയവനാണ് അഗസ്തീനോസ്. അങ്ങനെ ഈ വിശുദ്ധ അഗസ്തീനോസ് തീരുമാനമെടുത്തു, എന്റെ ജീവിതം എനിക്കൊന്ന് മാറ്റണം. വിശുദ്ധരുടെ ജീവിതമല്ല എല്ലാ തത്വശാസ്ത്രങ്ങളും പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും എല്ലാം ജീവിതത്തിൽ ബൈഹാർട്ട് പഠിച്ചവനാ. എന്നാൽ ഒരു വചനം കടന്നു വന്നപ്പോൾ വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതം മാറി മറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അഗസ്തീനോസ് അന്ന് തീരുമാനിച്ചു, എനിക്ക് മാമുദീസ സ്വീകരിക്കണം. പിന്നത്തെ വർഷം ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹം ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. ആ സമയത്ത് വിശുദ്ധ അംബ്രോസ് അദ്ദേഹത്തിനും ഈ വിശുദ്ധ അഗസ്തീനോസിനും അദ്ദേഹത്തിന്റെ ഈ പുത്രൻ വിവാഹത്തിന് മുമ്പ് ജന്മം നൽകിയ ആ പുത്രനും മാമുദീസ കൊടുക്കുക. പിന്നീട് ഈ അഗസ്തീനോസിനെ കാണാൻ സാധിക്കും, തിരുസഭയിൽ ഒരു സന്യാസിയായി മാറി, ഒരു വിശുദ്ധനായി മാറി, മെത്രാനായി മാറി. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഒരു വചനം കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗസ്തീനോസിലേക്ക് കടന്നു വന്നു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. തിരുസഭയിൽ മറ്റൊരു വിശുദ്ധനുണ്ട്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം ഈ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തെ കീറി മുറിക്കുക. അദ്ദേഹത്തോട് കർത്താവിന്റെ വചനം പറഞ്ഞു, രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. നിങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോ വടിയോ അതുപോലെ തന്നെ ചെരുപ്പോ 2 വസ്ത്രങ്ങളോ എടുക്കരുത്. ഈ വചനം അദ്ദേഹത്തെ കീറി മുറിച്ചു. അസിസി പട്ടണത്തിലെ ലക്ഷപ്രഭുവായിരുന്നു. എന്നാൽ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കുവാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ പ്രേരിപ്പിച്ചത് മറ്റൊന്നുമല്ല, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനമാണ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. തിരുസഭയുടെ ചരിത്രത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഭാരതത്തിൽ പോലും വന്ന് കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിച്ചവൻ, 10,000-കണക്കിന് മക്കളെ വിശ്വാസത്തിലേക്കും മാമുദീസായിലേക്കും കൂട്ടിക്കൊണ്ടുവന്നവൻ. ഇദ്ദേഹത്തെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഒറ്റ വചനമാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറെ മാറ്റിമറിച്ചത്. നീ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം? വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഇതാ തീരുമാനമെടുക്കുകയാണ്, എന്റെ ജീവിതം ഒന്ന് മാറ്റണം. അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വചനത്തിലൂടെ പ്രവർത്തിക്കുക. ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധ മദർ തെരേസ ഒരു സാധാരണക്കാരിയായ വിശുദ്ധയായിരുന്നു, സാധാരണക്കാരിയായ ഒരു കന്യാസ്ത്രീയായിരുന്നു. എന്നാ പ്രിയപ്പെട്ടവരെ, അസാധാരണമായ കാര്യങ്ങൾ ഈ വിശുദ്ധിയിലൂടെ ജീവിതത്തിലൂടെ ചെയ്യാൻ സാധിച്ചത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളാ. ഞാൻ ഭക്തനായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു. പ്രിയപ്പെട്ടവരെ, മദർ തെരേസയുടെ ജീവിതത്തെ മാറ്റിമറിക്കുക. ഈ എളിയവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്ത എനിക്ക് തന്നെയാ ചെയ്യുന്ന മദർ തെരേസ ഇതാ സെന്റ് മേരീസ് കോൺവെന്റിലെ ഒരു ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അവൾ തീരുമാനിച്ചു, പാവപ്പെട്ടവരുടെ ഇടയിലേക്ക്, ആരാരും ഇല്ലാത്തവരുടെ ഇടയിലേക്ക്, കുഷ്ഠരോഗികളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. അവിടെ ചെന്ന് ആ കൽക്കട്ടയിലെ മെത്രാന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരു വിളിയുണ്ട്.
ആരാരുമില്ലാത്ത മക്കൾക്ക് വേണ്ടി, കുഷ്ഠരോഗികൾക്ക് വേണ്ടി, എല്ലാരും ഉപേക്ഷിക്കേണ്ട മക്കൾക്ക് വേണ്ടി ജീവിക്കണം. എന്നാ പ്രിയപ്പെട്ടവരെ, അന്നത്തെ മെത്രാൻ ചോദിച്ചു, മോളെ, നിനക്ക് ഈ കൽക്കട്ടയിലെ തെരുവിനെ കുറിച്ച് അറിയോ? നിനക്ക് പ്രായം ഇത്രേ ആയിട്ടുള്ളൂ, 10-25 വയസ്സാവുന്നല്ലേ ഉള്ളൂ. മോളെ, ഈ കൽക്കട്ട തെരുവുണ്ടല്ലോ, ഗുണ്ടകളെ കൊണ്ട് നിറഞ്ഞതാ, എല്ലാ രീതിയിലുള്ള ആർഭാടവും മ്ലേച്ഛതയും നിറഞ്ഞതാ. നീ അവിടെ പോയിട്ട് എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാം? ഇവളും ബിഷപ്പിനോട് പറഞ്ഞു, ഇതാ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, കർത്താവ് അവയൊക്കെ തീറ്റി പോറ്റുന്നുണ്ടല്ലോ. എന്റെ ദൈവം എന്നെ കുറിച്ച് ഒരു കരുതലുള്ളവനാ. മെത്രാൻ മറ്റൊന്നും പറഞ്ഞില്ല. തന്റെ പോക്കറ്റിൽ കിടന്ന 5 രൂപ ഉണ്ടല്ലോ, മദർ തെരേസയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇന്ന് പ്രിയപ്പെട്ടവരെ, 120ഓളം രാജ്യങ്ങളിൽ മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വചനം കടന്നു വന്നപ്പോൾ കീറി മുറിച്ച ജീവിതം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ വചനം ഇരിക്കുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥം ഇരിക്കുന്നുണ്ട്. ഈ വിശുദ്ധ ഗ്രന്ഥം അടയ്ക്കപ്പെട്ട് കഴിഞ്ഞ കുടുംബത്തിന്റെ കല്ല് തന്നെ, മൂലക്കല്ല് തന്നെ തകർന്നു പോകുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ഇരിക്കുന്ന വചനം നമുക്ക് തുറന്നു വെക്കാൻ സാധിക്കണം. ഈ വചനമുണ്ടല്ലോ, തുറന്നു വെക്കുക മാത്രമല്ല, എന്താണോ വചനത്തിൽ പറഞ്ഞത് അത് കണ്ണും പൂട്ടി വിശ്വസിച്ചോ, ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ഡൊമിനിക് വാളമനാൽ അച്ഛന്റെ ധ്യാനങ്ങളൊക്കെ നമുക്കറിയാം. അണക്കര ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. ഈ അച്ഛൻ തന്റെ ജീവിതത്തെ പലപ്പോഴും സാക്ഷ്യം പറയാറുള്ളതാ. അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയായിരുന്നു. ജോലിയൊന്നും ചെയ്യാൻ സാധിക്കാതെ, ഇടവ് ഭരണങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതെ ഈ അച്ഛനുണ്ടല്ലോ, വയസ്സായ അച്ഛന്മാര് താമസിക്കുന്ന പ്രീസ്റ്റ് ഹോമിൽ പോയി താമസിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന വൈദികൻ, ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ശരീരം, ഏതാനും നാളുകൾ മാത്രമേ ജീവിക്കാൻ പോകുന്നുള്ളൂ. ഇങ്ങനെ ഇരിക്കുമ്പോ അച്ഛനൊരു പ്രേരണ ലഭിക്കുക, ഈ വചനം എടുത്ത് പഠിക്കാൻ വേണ്ടി. ബൈബിളിൽ എത്ര വചനം ഉണ്ടെന്നറിയോ? 35,520 വചനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. 35,520 വചനം ഈ അച്ഛൻ അങ്ങോട്ട് ഇരുന്ന് ബൈ ഹാർട്ട് പഠിച്ചു. 2,000ഓളം വചനങ്ങള്. എന്താ സംഭവിച്ചെന്നറിയോ? ക്യാൻസർ രോഗിയായി മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിച്ച വൈദികനാണ്. എന്നാ പ്രിയപ്പെട്ടവരെ, വചനം ആ അച്ഛനിലേക്ക് കടന്നു വന്നപ്പോൾ ക്യാൻസർ രോഗം പൂർണ്ണമായും ഭേദമായി. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. വചനം ആ അച്ഛനിലേക്ക് കടന്നു വന്നപ്പോ പിശാചിനെ, തിന്മയുടെ സ്വാധീന വലയങ്ങളെ ബന്ധിക്കുവാനുള്ള പ്രത്യേകമായ കൃപ അച്ഛന് ലഭിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. മറ്റൊരു ഉദാഹരണം അച്ഛൻ ഓർക്കുക. എറണാകുളം ഭാഗത്തുള്ള ഡോക്ടർ MK കൊച്ചപ്പൻ. ഈ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം തന്റെ 8-9 ഏക്കർ സ്ഥലത്ത് കവുങ്ങ് കൃഷി ചെയ്തു. ഈ കവുങ്ങ് കൃഷി 4-5 വർഷം അദ്ദേഹം വെള്ളമൊഴിച്ചു, വളമിട്ടു, നല്ലപോലെ അതിനെ ശുശ്രൂഷിച്ചു. പക്ഷേ ഈ കവുങ്ങയിലൊന്നും കായ് ഉണ്ടാവാത്ത അവസ്ഥ. ഇങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, നമുക്ക് കവുങ്ങ് മുഴുവൻ വെട്ടിക്കളയാം. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഒന്ന് ധ്യാനം കൂടെ, കവുങ്ങിന് മുഴുവൻ വല്ല പിശാചുബാധയാണോ എന്താന്ന് അന്വേഷിച്ചോളാൻ പറഞ്ഞു. ഇദ്ദേഹം ഡോക്ടറാണ്. അദ്ദേഹം ധ്യാനത്തിന് വേണ്ടി കടന്നിരിക്കുക. ആ സമയത്ത് ധ്യാനം പ്രഘോഷിച്ചിരുന്ന വൈദികൻ വചനമെടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എന്റെ വചനം പ്രഘോഷിക്കുവിൻ. എന്താ വചനം പറഞ്ഞേ? നിങ്ങളെങ്ങും ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എന്റെ വചനം പ്രഘോഷിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ ഡോക്ടർ MK കൊച്ചപ്പന് ഈ വചനം അങ്ങോട്ട് വല്ലാതെ സ്പർശിച്ചു. അദ്ദേഹം ചിന്തിച്ചു, ദൈവത്തിന്റെ സൃഷ്ടി തന്നെയല്ലേ ഈ കവുങ്ങ്? ഈ മനുഷ്യനുണ്ടല്ലോ തിരിച്ചു വന്ന് ചെയ്തത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും മണ്ടൻ എന്ന്. ഇദ്ദേഹം ചെയ്തത് തന്റെ 9 ഏക്കർ കവുങ്ങൻ തോട്ടത്തിൽ മുഴുവൻ സ്പീക്കർ വെച്ചിരിക്കുക. ഇതിനുശേഷം ഇതാ ഒരു ടേപ്പ് റെക്കോർഡർ കൊണ്ടുവന്ന് CD ഇട്ടിരിക്കുകയാണ്, വചനത്തിന്റെ CD. 9 ഏക്കർ കവുങ്ങൻ തോട്ടം. അതിന് ചുറ്റുപാടുള്ള ആൾക്കാർ വിചാരിച്ചു കാണും ഇയാൾക്ക് ഭ്രാന്തായി കാണുമെന്ന്. എന്നാ പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് എന്താണെന്നറിയോ?
ഈ 9 ഏക്കർ കവുങ്ങൻ തോട്ടത്തിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു വന്നിരിക്കുക. ഈ മനുഷ്യൻ വിശ്വസിച്ചു. ഈ മനുഷ്യൻ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ. കർത്താവിന്റെ സൃഷ്ടിയല്ലേ കവുങ്ങ്. എന്താ സംഭവിച്ചെന്നറിയോ? പിന്നീട് പറയുകയാണ്, കേരള കാർഷിക സർവകലാശാല ഏറ്റവും മുന്തിയ ഇനം അടയ്ക്കയായി തെരഞ്ഞെടുക്കപ്പെട്ടതും ഏറ്റവും നല്ല കവുങ്ങും തോട്ടമായി തെരഞ്ഞെടുക്കപ്പെട്ട് ഡോക്ടർ MK കൊച്ചപ്പന്റെ ഈ കവുങ്ങും തോട്ടമാണ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ വചനം കരങ്ങളിലെടുത്തോ. ഈ വചനം നീ സംസാരിച്ചോ, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. രോഗങ്ങളായിരിക്കാം, അതിന് അനുസരിച്ചുള്ള വചനമെടുക്കണം. കടബാധ്യതയായിരിക്കാം, വിവാഹം നടക്കാത്ത അവസ്ഥയായിരിക്കാം, ഏതൊക്കെ രീതിയിലുള്ള തിന്മയുടെ സ്വാധീന വലയങ്ങളാണോ, നീ വചനമെടുത്ത് പ്രഖ്യാപിച്ചോ, വചനം ആവർത്തിച്ച് പറഞ്ഞോ, ദൈവത്തിന്റെ ശക്തി അവിടെ കടന്നു വരും. വചനത്തിന്റെ ശക്തിയുണ്ട്. നമ്മൾ തിരിച്ചറിയണം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ആത്മാവിന് സന്ധിബന്ധങ്ങൾ തുളച്ചു കയറുന്നതാണ്. അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. നിങ്ങളോട് ചോദിക്കട്ടെ, പിശാച് നമ്മളെ വായിപ്പിക്കില്ലാത്ത ഏക പുസ്തകത്തിന്റെ പേരെന്താ? പിശാച് നമ്മെ വായിപ്പിക്കില്ലാത്ത ഏക പുസ്തകത്തിന്റെ പേരെന്താ? പ്രിയപ്പെട്ടവരെ, പിശാചിനറിയാം ഈ മകൻ, ഈ മകള് വചനം എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അവള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവളിലൂടെ പ്രവർത്തിക്കും. കാരണം എന്താ? ഈ വചനത്തിന്റെ ശക്തി മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. പ്രവാചകന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ ദൈവം സംസാരിച്ചതാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ വചനം കടന്നു വരുമ്പോൾ മാനസാന്തരങ്ങൾ ഉണ്ടാവുന്നേ, വചനം കടന്നു വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നേ. യേശുവിന്റെ ജീവിതത്തെ കാണാൻ സാധിക്കും. യേശുവിന് പരീക്ഷണങ്ങൾ ഉണ്ടായി. പിശാചിന്റെ പരീക്ഷണങ്ങൾ കടന്നു വന്നപ്പോൾ യേശു ഈ പരീക്ഷണങ്ങൾ നേരിട്ടത് എങ്ങനെയാ? യേശു നേരിട്ടു. വചനം കൊണ്ടാണ് പിശാചിന്റെ പരീക്ഷണങ്ങളെ യേശു നേരിട്ടത്. യേശുവിനോട് പറയുക, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പിശാച് വന്ന് പറയുക, ഈ കല്ലുകളോട് അപ്പമാക്കുവാൻ. യേശു എന്തെന്നാ പറഞ്ഞേ? യേശു വചനമാവുന്ന വാളെടുത്തോ. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം തിരുവചനം എടുത്തുകൊണ്ട് യേശു പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, പിതാവിന്റെ അധരത്തിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. വീണ്ടും പിശാച് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിക്കാൻ പറഞ്ഞു. ഈ സമയത്ത് യേശു വചനമാവുന്ന ആത്മാവിന്റെ വാളെടുത്തോ. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 13-ാം തിരുവചനം എടുത്തുകൊണ്ട് യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, പൂജിക്കാവൂ എന്ന് എഴുതിയിട്ടില്ലേ? വലതുകരം ഉയർത്തി ഹല്ലേലൂയ. വീണ്ടും യേശുവിന്റെ അടുക്കിലേക്ക് പിശാച് കടന്നു വന്നു. പിശാച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാട്. ഈ സമയത്ത് യേശു എന്താ ചെയ്തതെന്നറിയോ? വചനമാവുന്ന ആത്മാവിന്റെ വാളെടുത്തു. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 16-ാം തിരുവചനം എടുത്തുകൊണ്ടാണ് പിശാചിനെ നേരിട്ടത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പ്രലോഭനങ്ങൾ കടന്നു വരുന്നു. പിശാചിന്റെ ശക്തമായ സ്വാധീനങ്ങൾ കടന്നു വരുന്നു. നീ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചോ, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാം. പലപ്പോഴും പിശാച്ച്വാദിയായ വ്യക്തികൾ കടന്നു വരാറുണ്ട്. എന്ത് ചെയ്താലും ശരിയാവാത്ത അവസ്ഥ ചില ദേശങ്ങളിൽ കാണാൻ സാധിക്കും, ചില കുടുംബങ്ങളിൽ കാണാൻ സാധിക്കും, ചില വ്യക്തികളിൽ കാണാൻ സാധിക്കും. ചില തിന്മയുടെ സ്വാധീന വലയങ്ങൾ, ശാപത്തിന്റെ ബന്ധനങ്ങൾ, പാപത്തിന്റെ ബന്ധനങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നൊരു മോചനം വേണ്ട നമുക്ക്. നീ വചനമാവുന്ന ആത്മാവിന്റെ വാളെടുത്തോ, വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചോ, അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. പലപ്പോഴും വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പിശാച് ചുരുളുന്ന, പിശാച് ആലയം വിട്ടു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ വചനം കരങ്ങളിലെടുക്കണം. ഈ വചനം ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയുടെ സ്വാധീന വലയങ്ങളും നമ്മിൽ നിന്ന് വിട്ടുപോകും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെയൊക്കെ ഉണ്ടല്ലോ,
ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു, ഈ മക്കൾ ദൈവത്തിന്റെ കരകളിൽ നിന്ന് വിട്ടുപോകില്ല. ഇന്ന് നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ICSE സ്കൂള്, CBSE സ്കൂള്, ഈ നാട്ടിലെ ഏറ്റവും നല്ല സ്കൂളിലൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ മക്കളെ നല്ല സ്കൂളിൽ വിട്ടുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഈ മക്കൾ ജീവിതം ധന്യമായി തീരണം. ഈ മക്കൾ അനുഗ്രഹമുള്ള മക്കളായി തീരണോ? ഈ മക്കളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? മക്കളെ കുഞ്ഞുനാള് മുതൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കണം. ജെറുസലേം വചന കൂടാരത്തിലെ അനുഗ്രഹീതമായ ശുശ്രൂഷയാണ് ജെറുസലേം ബൈബിൾ ഗ്രാമം. 2.5 വയസ്സ് മുതൽ ഈ കുഞ്ഞുങ്ങളെ ഈ ആലയത്തിൽ കൊണ്ടുവന്ന് വിടുകയാണ്. ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വചനം മാത്രം പഠിപ്പിക്കുന്ന ഏറ്റവും ആദ്യം ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്കും ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്കും കടന്നു വരുന്ന ദൈവത്തിന്റെ വചനമാണ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം എന്ന് പറയുന്നത്? നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 45, 46, 47 തിരുവചനങ്ങളിലേക്ക് പറയുകയാണ്. മോശയുണ്ടല്ലോ, ദൈവത്തെ മുഖാമുഖം ദർശിച്ചവനാ, ജനത്തിന്റെ വേദനകൾ അറിയുന്നവനാ, ജനത്തിന്റെയും ദൈവത്തിന്റെയും മധ്യേ നിൽക്കുന്നവനാ മോശ. എന്നാൽ മോശ അന്തിമമായി അദ്ദേഹം അവസാനമായി ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ഉപദേശമുണ്ട്. അത് ശ്രദ്ധിച്ചൊന്ന് കേട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനങ്ങൾ ജാഗ്രതയോടുകൂടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അവ നിസ്സാരമായ കാര്യമല്ല, അവ നിങ്ങളുടെ ജീവനാണ്. യോർദാനക്കരെ നിങ്ങൾ കൈവശമാക്കുവാൻ പോകുന്ന ദേശത്ത് ദീർഘനാൾ ജീവിക്കുന്ന ഇവ മൂലമായിരിക്കും. മോശ പറയുകയാണ്, ഇവ നിസ്സാരമായ കാര്യമല്ല. ഇറ്റ് ഈസ് നോട്ട് വെയിൻ, ഇറ്റ് ഈസ് യുവർ ലൈഫ്. ഇത് നിസ്സാരമായ കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കളെയൊക്കെ എത്ര കാലം നമ്മുടെ മടിയിൽ വെച്ച് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും? ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കള് നമ്മെ വിട്ടു പോകേണ്ടവരാ. ജോലിക്കായിരിക്കാം, മറ്റു കാര്യങ്ങൾക്കായിരിക്കാം, പഠിക്കാനായിരിക്കാം, വിദേശങ്ങളിലും മറ്റു സ്ഥലങ്ങളിലേക്കും പോകേണ്ടവരാ. യൂറോപ്പിലേക്കും ഗൾഫിലേക്കും അമേരിക്കയിലേക്കും ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ മക്കൾ യാത്രയാവണ്ടേ? മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തോ, നല്ല കാര്യം. എന്നാ പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വചനം കൊടുത്തില്ലെങ്കിൽ ഈ പാപത്തിന്റെ സാഹചര്യങ്ങളും പാപത്തിന്റെ കൂട്ടുകെട്ടുകളും വരുമ്പോൾ അവയോട് നോ പറയാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. നമുക്ക് കാണാൻ സാധിക്കും ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം. അവിടെ കാണുകയാണ്, യോവാക്കീം വിവാഹം ചെയ്തിരിക്കുകയാണ് സൂസന്നയെ. ഈ സൂസന്നയിൽ 2 ന്യായാധിപന്മാർക്ക് അഭിലാഷം തോന്നുക. ഈ ന്യായാധിപന്മാര് ഇവളെ പാപത്തിലേക്ക് നയിച്ചപ്പോഴും സൂസന്ന പറഞ്ഞു, ഞാൻ പാപം ചെയ്യില്ല, ഞാൻ പാപം ചെയ്യില്ല. മരിക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഞാൻ പാപം ചെയ്യില്ല. എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? സൂസന്നയ്ക്ക് പാപത്തിന്റെ സാഹചര്യം കടന്നു വന്നപ്പോൾ അവൾ പാപം ചെയ്യില്ല എന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്തത്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞോ? ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം 3-ാം തിരുവചനം പറയുകയാണ്, ചെറുപ്പം മുതൽ ഇവളുടെ മാതാപിതാക്കൾ മോശയുടെ കൽപ്പനകൾ അവളെ കൽപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. ചെറുപ്പം മുതൽ മോശയുടെ കൽപ്പനകൾ കൽപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു പാപത്തിന്റെ സാഹചര്യം കടന്നു വന്നപ്പോൾ പാപം ചെയ്യാതിരുന്നത്. ഇവിടെ ഈ ആലയത്തിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരമ്മ എന്റെ അടുത്ത് വന്ന് പറയാ, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന അമ്മേനെ വെട്ടേത്തി കൊണ്ട് വെട്ടാൻ ചെന്നിരിക്കുക. മറ്റൊരു സംഭവം പറയാം. അമ്മ മുറിയിൽ കയറി ഡ്രസ്സ് മാറുന്ന സമയത്ത് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനുണ്ടല്ലോ, മൊബൈൽ ഫോണിലെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അവിടുന്ന് പോയേക്കുക അമ്മയുടെ നഗ്നത എടുക്കാൻ. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായം 1-ാം തിരുവചനം പറയുക, കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ നീ ആഗ്രഹിക്കരുത്. ദൈവഭക്തിയില്ലാത്ത മക്കളിൽ നീ സന്തോഷിക്കുകയും അരുത്. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ നീ ആഗ്രഹിക്കരുത്. ദൈവഭക്തിയില്ലാത്ത മക്കളിൽ നീ സന്തോഷിക്കുകയും അരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ എത്ര വലിയ സർട്ടിഫിക്കറ്റുകൾ നേടിയാലും ഏതൊക്കെ ഉയരങ്ങളിലൂടെ പോയി കഴിഞ്ഞാലും എന്റെ മക്കൾക്ക്
ദൈവത്തിന്റെ വചനം നീ കൊടുത്തിട്ടില്ലെങ്കിൽ ആ മക്കളുടെ ജീവിതം അനുഗ്രഹമായി തീരില്ല. ഏതൊക്കെ മക്കളാണോ തമ്പുരാന്റെ വചനം കൊടുത്തിരിക്കുന്നത്, ആ മക്കളുടെ ജീവിതങ്ങളെ കാണാൻ സാധിക്കും തമ്പുരാന്റെ അഭിഷേകം. മോശ പറഞ്ഞതുപോലെ ഇവ നിസ്സാരമായ കാര്യമല്ല, ഇവ നിങ്ങളുടെ ജീവനാണ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. ഗൾഫിൽ ജീവിക്കുന്ന, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ച് ജെറുസലേം വചന കൂടാരത്തിൽ കടന്നു വന്നിട്ട് അവൻ പറഞ്ഞു, അച്ഛാ, ഞാൻ എത്ര ത്യാഗം ചെയ്തിട്ടാണോ പാപം ചെയ്യാതെ ജീവിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ മുറിയിൽ 7 പേരുണ്ട്. 6 പേരും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ മോശം മൂവികളും എല്ലാം കമ്പ്യൂട്ടറിട്ട് കണ്ടോണ്ടിരിക്കുക. ഈ മുറിയിൽ തന്നെ ഞാനും ജീവിക്കുന്ന, എനിക്ക് ചുരുങ്ങിയ സ്ഥലമുള്ളൂ. എന്നാൽ ഞാൻ പുതപ്പിനടിയിൽ കയറിയിട്ട് എന്റെ കയ്യിൽ ജപമാല പിടിച്ച് ഈ വചനമൊക്കെ അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുക, അങ്ങയുടെ വചനത്തിന്റെ ശക്തി എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക. ഈ കുഞ്ഞിനെ എനിക്കറിയാം. കുഞ്ഞുനാള് മുതൽ ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന മകനാ. ഈ മകനെ ചെറുപ്പം മുതൽ മാതാപിതാക്കൾ വചനത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. 6 പേര് പാപം ചെയ്തപ്പോഴും ഈ കൊച്ചു പറയാ, ഞാൻ പാപം ചെയ്യില്ല അച്ഛാ, ഞാൻ പാപം ചെയ്യില്ല. ആ കൃപയിൽ ജീവിക്കാൻ അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജെറുസലേം വചന കൂടാരത്തിൽ നിങ്ങൾക്കറിയാം വചന സൂനം 365 വചനങ്ങൾ അടങ്ങിയ പുസ്തകമാ. ഓരോ കുഞ്ഞുങ്ങൾക്കും ഈ വചനസൂനം നമ്മുടെ കരങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം ഇത് തമ്പുരാന്റെ വചനമാ. നമ്മുടെ മക്കൾ യാത്രയിലായിരിക്കുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും ഈ വചനം കൊടുക്കണം. അതിനുള്ള അനുഗ്രഹവും അത്ഭുതവും അവിടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഓരോ വെള്ളിയാഴ്ചകളിലും ജെറുസലേം വചന കൂടാരത്തിൽ ഈ മാതാവിന്റെ രൂപത്തിന്റെ അടുക്കൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ വെള്ളിയാഴ്ചയും ജെറുസലേം വചന കൂടാരത്തിൽ നിന്ന് 7ഉം 8ഉം വചനങ്ങൾ ഓരോ ആഴ്ചയിലും പഠിക്കുന്നതിന് വേണ്ടി ഓരോ വ്യക്തികൾക്കും കൊടുക്കുന്നുണ്ട്. എത്ര പേര് അത് സ്വീകരിക്കാറുണ്ട്? എത്ര പേര് ആ വചനം വായിക്കാറുണ്ട്? പ്രിയപ്പെട്ട മക്കളെ, ഇത് നോട്ടീസ് അല്ല, ഇത് തമ്പുരാന്റെ വചനമാ. ഇന്ന് മുതൽ നമ്മൾ തീരുമാനമെടുക്കണം. ഈ വചനമുണ്ടല്ലോ, ഈ വചനം നമ്മൾ വായിക്കണം. മാത്രമല്ല, ഈ വചനം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, തലമുറകളെ പഠിപ്പിക്കണം. ഓരോ ആഴ്ച പുതിയ വചനങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതാ. പ്രിയപ്പെട്ടവരെ, വചനം നമ്മുടെ മക്കൾക്കും തലമുറകൾക്കും കൊടുത്തില്ലെങ്കിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു സൈഡിൽ തമ്പുരാന്റെ വചനം ഇരിക്കുന്നു, മറ്റൊരു സൈഡിൽ വിശുദ്ധ കുർബാന ഇരിക്കുന്നു. എവിടെയാ നാം കൂടുതൽ ബഹുമാനം കൊടുക്കേണ്ടത്? ചോദ്യം കേട്ടോ. ഒരു സൈഡിൽ വചനം ഇരിക്കുന്നു, മറ്റൊരു സൈഡിൽ വിശുദ്ധ കുർബാന ഇരിക്കുന്നു. എവിടെയാണ് നാം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? എവിടെയാണ് നാം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, വചനം മാംസമായതാണ് ഈശോ. എന്നാൽ വചനം ദിവ്യകാരുണ്യമായതാണ് വിശുദ്ധ കുർബാന. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത്രയും ശക്തിയുണ്ട് തമ്പുരാന്റെ വചനത്തിന്. ഇപ്പൊ നിസ്സാരമായ കാര്യമല്ല. ഇത് പ്രവാചകന്മാരിലൂടെ അപ്പോസ്തലന്മാരിലൂടെ ദൈവം സംസാരിച്ചതാ. നമ്മുടെ കുടുംബങ്ങളെ വചനമുണ്ടല്ലോ, ഈ ബൈബിള് പ്രമുഖമായ സ്ഥാനത്ത് ഇന്ന് എടുത്തു വെക്കണം. നമ്മുടെ കുടുംബത്തിൽ യാത്രയാവുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഈ വചനം എടുത്ത് നാം വായിക്കണം. ഒരിക്കലും ഉദാഹരണം പറയാം. സിസ്റ്റേഴ്സിന്റെ കോൺവെന്റ് ഗുജറാത്തിൽ ആരംഭിക്കുക. അവർക്ക് 25 ഏക്കർ സ്ഥലമാണ് അവിടെയുള്ള ഭരണാധികാരികൾ ഗവൺമെന്റ് കൊടുക്കുന്നത്. കേരളത്തിലുള്ള സിസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാ പ്രിയപ്പെട്ടവരെ, അവർക്ക് അവിടെ ഒരു സ്കൂൾ കൊടുക്കുന്നു, 25 ഏക്കർ സ്ഥലം കൊടുക്കുന്നു, 25 ലക്ഷം രൂപ അവർക്ക് ഗവൺമെന്റ്, നിങ്ങൾ ഇവിടെ വന്ന് ഒരു സ്കൂൾ തുടങ്ങിയാൽ മതി, ഇതൊന്ന് റൺ ചെയ്ത് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് കൊടുക്കുക. ഈ സമയത്ത് അവിടെ സുപ്പീരിയർ ജനറലുണ്ടല്ലോ, ഈ സിസ്റ്റർ മലയാളിയാ. ഈ സിസ്റ്റർ എന്താ ചെയ്തേ? ബൈബിള് തുറന്ന് വായിച്ചു നോക്കി. അപ്പോൾ കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവർ അവിടെ പോയി ആ സ്കൂൾ തുറക്കാൻ പാടില്ല എന്ന്. എന്നാ പ്രിയപ്പെട്ടവരെ കേൾക്കണോ, അന്ന് ആ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തില് അവര് വേണ്ട എന്ന് തന്നെ വെച്ചു. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഈ സ്ഥലത്തെ കുറിച്ച് അവിടെ സുപ്പീരിയർ ജനറൽ പിന്നീട് എന്നോട് പറയുകയാണ്, 7 വർഷങ്ങൾക്ക് ശേഷം ഈ ഗുജറാത്തിൽ ഭൂമികുലുക്കമുണ്ടായ കച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർക്ക് അന്ന് സ്കൂൾ കൊടുത്തത്. എന്നാൽ
ദൈവത്തിന്റെ വചനം വ്യക്തമായി 7 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഭൂമി കുലുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞങ്ങൾക്കന്ന് മനസ്സിലായില്ല ദൈവം വേണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബത്തെ യാത്രയാവുമ്പോൾ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വീതം വെക്കാൻ പോകുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു, മകളെ വിവാഹത്തിന്റെ കാര്യങ്ങൾ വരുന്നു, ദൈവം വ്യക്തമായി ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, ഇന്ന് ഞാൻ ഈ എന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നാൽ എവിടെയാണോ എന്റെ ബൈബിൾ ഇരിക്കുന്നത്, ആ ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് കുടുംബത്തിന്റെ കേന്ദ്ര സ്ഥാനത്ത് എനിക്ക് സ്ഥാപിക്കണം. 2, എനിക്ക് ബൈബിൾ വായിക്കണം, ഈ വചനം പഠിക്കണം. എന്റെ മക്കളെയും തലമുറകളെയും ഈ വചനം പഠിപ്പിച്ചില്ലെങ്കിൽ തലമുറകൾ നശിച്ചു പോകും. വചനം കിട്ടാതെ മക്കളെ നമുക്ക് തൃപ്തി ഉണ്ടാവില്ല, സംതൃപ്തി ഉണ്ടാവില്ല. ഇന്ന് നമ്മളെയൊക്കെ ഈ വചന കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്തുകൊണ്ടാ? ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയുള്ള ദാഹമാണ് മക്കളെ നമ്മളെയെല്ലാം ഈ വചന കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തില് റോബർട്ട് ബ്രൗണിംഗ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം വിവാഹം ചെയ്ത് എലിസബത്ത് ബ്രൗണിങ്ങിനെയാണ്. ഇവരുടെ വിവാഹത്തിൽ ഈ എലിസബത്തിന്റെ മാതാപിതാക്കൾ ഒട്ടും അംഗീകരിച്ചില്ല. അങ്ങനെ മാതാപിതാക്കളെ വിട്ട് എലിസബത്ത് ഇറങ്ങി പോരുകയാണ് ചെയ്തത്. നാളുകൾക്ക് ശേഷം എന്താ സംഭവിച്ച? ഈ എലിസബത്ത് തളർന്ന് തളർവാദ രോഗിയായി കിടപ്പായി. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മകളുണ്ടല്ലോ, തന്റെ മാതാപിതാക്കൾക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് കത്തെഴുതി. ഒരു കത്തെഴുതി ഒരു മറുപടിയുമില്ല, 2 കത്തെഴുതി ഒരു മറുപടിയുമില്ല. ഇങ്ങനെ എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ അപ്പോഴെല്ലാം മാതാപിതാക്കളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ എലിസബത്ത് ബ്രൗണിംഗ് കത്തുകൾ എഴുതാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കത്തുകൾ മാതാപിതാക്കൾക്ക് എഴുതി. പക്ഷേ ഒന്നിനും ഈ മാതാപിതാക്കളിൽ നിന്ന് ഒരു മറുപടി കിട്ടിയില്ല. അങ്ങനെ നാളുകൾ കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു പാഴ്സൽ വരിക. വലിയ ദാഹത്തോടുകൂടെ ആ പാഴ്സൽ തുറന്നു നോക്കിയപ്പോൾ കാണുകയാണ്, ഇന്നോളം അവൾ എഴുതിയിരിക്കുന്ന കത്തുകൾ മുഴുവൻ തുറക്കാതെ ഒരു പാഴ്സലായി അവളുടെ മാതാപിതാക്കൾ തിരിച്ചയച്ചിരിക്കുക. പിന്നീട് പ്രിയപ്പെട്ടവരെ, ഈ എലിസബത്ത് ബ്രൗണിംഗ് മരിച്ചു. ഇവൾ എഴുതിയ കത്തുകൾ മുഴുവൻ ഇവളുടെ ഭർത്താവായ റോബർട്ട് ബ്രൗണിംഗ് ഉണ്ടല്ലോ, ഇദ്ദേഹം ഒരു പുസ്തക രൂപത്തിലാക്കി. പിന്നീട് അതിനെക്കുറിച്ച് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ നിരൂപകന്മാര് എഴുതിയിരിക്കുകയാണ്. എത്ര കഠിന പാപിയാണെങ്കിൽ പോലും ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സലിഞ്ഞു പോകും. എത്ര കഠിന പാപിയാണെങ്കിലും ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സലിഞ്ഞു പോകും. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, പിതാവായ ദൈവം തന്റെ മക്കൾക്ക് സ്നേഹത്തിൽ ചാലിച്ചു കൊടുത്തിരിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. ഇത് വായിക്കാതെ പോയി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അപകടത്തിലേക്ക്, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് ഒഴുകിയില്ല. വചനത്തിന്റെ ശക്തി മനസ്സിലാക്ക്. നമ്മുടെ കുടുംബങ്ങളിൽ വചനം പ്രമുഖ സ്ഥാനത്തേക്ക് കടന്നു വരട്ടെ. കുടുംബങ്ങൾ ഒരുമിച്ച് വചനം വായിച്ചോ, നിന്റെ കുടുംബത്തിൽ നിന്ന് തിന്മയുടെ ശക്തികൾ വിട്ടുപോകാം. നിന്നെ ഏതൊക്കെ രീതിയിലുള്ള തിന്മകളും പൈശാചിക പീഡകളും വലയം ചെയ്യുന്നുണ്ടോ, ഒരുപക്ഷെ കടബാധ വിട്ടുപോകാത്ത അവസ്ഥ, രോഗങ്ങൾ വിട്ടുപോകാത്ത അവസ്ഥ, മക്കള് വിവാഹം നടക്കാത്ത അവസ്ഥ, ജോലിയില്ലാത്ത അവസ്ഥ, നീ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചോ, ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഒഴുകുന്ന നിനക്ക് കാണാൻ സാധിക്കും. ഞാൻ ഓർക്കുക, അച്ഛന്റെ ജീവിതത്തിൽ വചനം അങ്ങോട്ട് ബൈ ഹാർട്ട് പഠിക്കാൻ തുടങ്ങിയോടുകൂടി ദൈവത്തിന്റെ വലിയ അഭിഷേകം അച്ഛൻ അങ്ങോട്ട് അനുഭവിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പാപത്തെയും പാപത്തിന്റെ സാഹചര്യങ്ങളോടും നോ പറയാനുള്ള ശക്തി ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഓരോ കാര്യം പറയുമ്പോഴും ദൈവത്തിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകൾ തരാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേൽക്കാം. എല്ലാ മക്കളും എഴുന്നേറ്റ് നിൽക്കുന്നു. തീരുമാനമെടുക്കും. പ്രിയപ്പെട്ടവരെ, ഒരു വചനത്തിന്റെ അഭിഷേകം, വചനം എന്താണോ പറയുന്നത് അതിനെ കണ്ണും പൂട്ടി വിശ്വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും തുറന്നു പിടിക്കുക. മക്കളെ, എല്ലാ മക്കളും കരങ്ങൾ തുറന്നു പിടിക്കുക, കണ്ണുകൾ അടയ്ക്കുക. ദൈവത്തിന്റെ വചനം എത്രയോ നാളുകളായി ഞാൻ കേൾക്കുന്നു, ഒരു വചനം പോലും എന്റെ ഹൃദയത്തെ സ്പർശിക്കാത്ത അവസ്ഥ. എന്നാൽ വിശുദ്ധാത്മാക്കളുടെ ജീവിതം ബൈബിൾ മുഴുവൻ വായിച്ചുകൊണ്ടല്ല, ഏതെങ്കിലും വചനം അവിടെ ജീവിതത്തെ കീറി മുറിച്ചപ്പോഴല്ലേ അവിടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചേ. എനിക്കും വചനത്തിന്റെ അഭിഷേകം വേണം. എന്റെ കുടുംബത്തിൽ തുറക്കപ്പെടട്ടെ ദൈവത്തിന്റെ വചനം.
രണ്ട് കരകൾ തുറന്നു പിടിച്ച് എല്ലാ മക്കളും വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പഠിക്കാത്ത മക്കളുണ്ടെങ്കിൽ വചനം കൊടുത്ത് പഠിപ്പിക്ക്. ആ മക്കളുടെ പഠനത്തിൽ വ്യത്യാസമുണ്ടാകും, സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകും. ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മാവ് ജീവനാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവ് ജീവനമാണ്. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വചനത്തിന്റെ അഭിഷേകം ഈ സമൂഹത്തിലേക്ക് ഇതാ കടന്നു വരുന്നു. ആമോസ് 8:11 നിങ്ങളുടെ ദേശത്തേക്ക് ഞാൻ ക്ഷാമം അയക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടിയുള്ള ക്ഷാമമല്ല, ദാഹജലത്തിന് വേണ്ടിയുള്ള ക്ഷാമമല്ല, കർത്താവിന്റെ വചനത്തിന് വേണ്ടിയുള്ള ക്ഷാമമാ. രണ്ട് കരകൾ സ്വർഗത്തോളം ഉയർത്തുക മക്കളെ. തിന്മയുടെ ശക്തികളെ ബന്ധിച്ച് വിളിക്കുക. രോഗപീഠകൾ, കടബാധിതകൾ, വിവാഹം നടക്കാത്ത അവസ്ഥ, ഇന്റർവ്യൂ പാസ്സാവാത്ത അവസ്ഥ, പഠനത്തിൽ വിജയിക്കാത്ത അവസ്ഥ, വചനത്തിന്റെ ശക്തി ഈ മേഖലകളിലേക്ക് വ്യാപരിക്കട്ടെ. കർത്താവരുളുന്ന വചനം ഇന്ന് കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും മയേ